അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് ഖുറാ തങ്ങൾ ഉസ്താദ് അവറുകൾ വഫാത്തായ വിവരം എല്ലാവർക്കും അറിയാം. അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഖബർ കെട്ടിപ്പൊക്കിയ സംഭവം നാട്ടിലുള്ള, വിശിഷ്യ കർണാടകയിലുള്ള സലഫികൾ അതിനെ ഫോട്ടോ എടുക്കുകയും അത് ഷിർക്കായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. സത്യത്തിൽ ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് ഖുറാ തങ്ങൾ ഉസ്താദ് അവറുകൾ സയ്യിദാണ്, നബി കുടുംബമാണ്, പണ്ഡിതനാണ്. ഈ വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. ബഹുമാനപ്പെട്ടവർ വഫാത്തായി മറമാടിയതിൻ്റെ ശേഷം ഖബർ കെട്ടിപ്പൊക്കിയ വിഷയവുമായി വഹാബികൾ രംഗത്ത് വരികയും പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഒന്നും പഠിക്കാതെ അവർ പറയുന്നതാണ് ഇസ്ലാം എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാം ശരീഅത്ത് ഖബർ കെട്ടിപ്പൊക്കുക എന്ന വിഷയത്തിൽ എന്ത് പറയുന്നു? എൻ്റെ കയ്യിലുള്ള കിതാബ്, ഈ കിതാബ് അല്ലാമ മുദ്ഹിറുദ്ദീൻ അസ്സൈദാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് ഹിജ്റ 727. ഇന്നലെ വഫാത്തായ പണ്ഡിതനല്ല, മുദ്ഹിറുദ്ദീൻ അസ്സൈദാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിഷ്കാത്തിന്റെ ഷറഹ് അൽ മഫാത്തിഹു ഫീ ഷറഹിൽ മസ്വാബിഹ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട മുദ്ഹിറുദ്ദീൻ അസ്സൈദാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. വഖദ് അബാഹ സലഫു റഹിമഹുമുല്ലാഹ്. വഖദ് തീർച്ചയായും, മാളിയുടെ മുമ്പിൽ വന്നപ്പോൾ എന്താണ് സംഭവം? തഹ്ഖീഖ്. തീർച്ചയായും അബാഹ സലഫു, സലഫ് സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവർ ജായിസാക്കിയ ഒരു വിഷയമാണ്. തീർച്ചയായും അവർ ഹലാലാക്കിയ ഒരു വിഷയമാണ്, അവർ സമ്മതിച്ച ഒരു വിഷയമാണ്. എന്ത്? അയ്യുബ്നാ അലാ ഖുബൂരിൽ മശായിഖി, മശായിഖന്മാർ അവരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുക, അത് ജായിസാണ്. ആരാണ് ഇത് ഫത്വ കൊടുക്കുന്നത്? വഖദ് അബാഹ സലഫു, സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ജായിസാക്കിയ ഒരു വിഷയമാണ് അയ്യുബ്നാ അലാ ഖുബൂരിൽ മശായിഖി, മശായിഖന്മാരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്ന വിഷയം. കഴിഞ്ഞില്ല. വൽ ഉലമാഇൽ മശ്ഹൂരീൻ, പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഖബറും കെട്ടിപ്പൊന്തിക്കുക എന്ന വിഷയം, അത് സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ജായിസാക്കിയ, ഹലാലാക്കിയ, സമ്മതിച്ച ഒരു വിഷയമാണ്. ഇത് പറയുന്നത് ഇന്നലെ വഫാത്തായ പണ്ഡിതനല്ല, ബഹുമാനപ്പെട്ട മുദ്ഹിറുദ്ദീൻ അസ്സൈദാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മഫാത്തിഹു, കണ്ടോ നിങ്ങൾ? അൽ മഫാത്തിഹു ഫീ ഷറഹിൽ മസ്വാബിഹ് എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമാണ്! വഫാത്തായിട്ട് എത്ര വർഷങ്ങളായി? ഏകദേശം 800ഓളം വർഷങ്ങളായില്ലേ? ഇതേ ആശയം ബഹുമാനപ്പെട്ട സൈനുൽ അറബി റളിയല്ലാഹു അൻഹു. ആരാണ് സൈനുൽ അറബി? ഹിജ്റ 758 വഫാത്തായ പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ മിഷ്കാത്തിന്റെ ശറഹിലും ഇത് വിശദീകരിക്കുന്നുണ്ട്. വഖദ് അബാഹ സലഫു അൽ ബിനാ അലാ ഖുബൂരിൽ ഉലമാഇ അൽ മശ്ഹൂരീൻ വൽ മശായിഖിൽ മുഅല്ലമീൻ. പണ്ഡിതന്മാർ, സയ്യിദന്മാർ, മശായിഖന്മാർ അവരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്ന സംഭവം ലോകം മുഴുവനും അംഗീകരിച്ചതാണ്.
ഇതേ ആശയം, ഇതേ ഇബാറത്ത് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മിർഖാത്തിൽ ഇതേ ആശയം കൊണ്ടുവരുന്നുണ്ട്. ഇതേ ആശയം മിർഖാത്തിൽ മുല്ല അലിയുൽ ഖാരിയും കൊണ്ടുവരുന്നുണ്ട്. വഖദ് അബാഹ സലഫു, കട ഇതേ ഇബാറത്താണ്. നേരത്തെ വായിച്ച മുദ്ഹിറുദ്ദീൻ അസൈദാൻ തങ്ങളും ബഹുമാനപ്പെട്ട സൈനുൽ അറബിയും മുല്ല അലിയുൽ ഖാരിയും ഇതേ ഇബാറത്ത് കൊണ്ടുവന്നു. ഇവരൊക്കെ അംഗീകരിച്ചിട്ടാണ് ഈ ഇബാറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തേ ഇവർക്ക് ഷിർക്കായിട്ട് മനസ്സിലാവാത്തത്? അതല്ലാതെ ഹദീസിന്റെ ഷറഹാനിത്. ശരിക്കും ഹദീസ് നോക്കി മനസ്സിലാക്കിയവരാണിവർ. എന്നിട്ടാണ് ഇവർ ഈ ആശയം പുറത്തേക്ക് പറയുന്നത്. നമുക്കറിയാം, വഹാബികൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഹദീസ് കെട്ടിപ്പൊക്കിയ എല്ലാ ഖബർ പൊളിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്വ കൊടുത്തു എന്നുള്ള ഒരു വിഷയം സാധാരണ എല്ലാ സലഫികളും വായിക്കാറുണ്ട്. അതിന്റെ മറുപടി അല്ലാമ ഹാഫിദ് ഇബ്നു തുർക്കുമാനി അസ്-സുനനുൽ കുബ്രയുടെ ശറഹിൽ വിശദീകരിക്കുന്നുണ്ട്. യാനി ഖുബൂറൽ മുശ്രിക്കീൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഖബർ അത് മുശ്രിക്കീങ്ങളുടെ ഖബറാണ്. എത്ര വ്യക്തമായിട്ടാണ് അൽ ജൗഹറുൻ നഖി എന്ന കിതാബിൽ ഹാഫിദ് ഇബ്നു തുർക്കുമാനി തങ്ങൾ വിശദീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരുടെ, സയ്യിദന്മാരുടെ, പണ്ഡിതന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് അത് പരിശുദ്ധമായ ഇസ്ലാം സ്വഹാബത്തും താബീങ്ങളും തബൗ താബീങ്ങളും മുഴുവനും അംഗീകരിച്ച വിഷയമാണ്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറത്തുസ് സാദാത്ത് ഖുറ തങ്ങളുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.